വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു. TVKയിലെ ഒരു നേതാവ് കടുത്ത മാനസിക വിഷമം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കരൂർ അപകടത്തിൽ മനം നൊന്ത് TVK വില്ലുപുരം ബ്രാഞ്ച് സെക്രട്ടറി ആത്മഹത്യ ചെയ്തു. 52 വയസ്സുള്ള വി അയ്യപ്പനാണ് കടുത്ത മനോവിഷമത്തെ തുടർന്ന് കുറിപ്പെഴുതി വെച്ച ശേഷം വീട്ടിൽ ജീവനൊടുക്കിയത്. DMK മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പിൽ പരാമർശവുമുണ്ട്. എല്ലാത്തിനും കാരണം സെന്തിൽ ബാലാജിയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. പരിപാടിക്ക് ആവശ്യമായ സുരക്ഷ പോലീസ് ഒരുക്കിയില്ലെന്നും കുറിപ്പിലുണ്ട്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. DMKയ്ക്കും പോലീസിനും ദുരന്തത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അയ്യപ്പൻ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചു. അതേസമയം റാലിയുടെ സംഘാടകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. TVK ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മതിയഴകനെ കൂടാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറി N ആനന്ദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CTR നിർമ്മൽകുമാർ, മറ്റ് TVK പ്രവർത്തകർ എന്നിവരെ പ്രതികളാക്കി പോലീസ് നേരത്തെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. റാലിയുടെ അനുമതി അപേക്ഷയിൽ ഒപ്പിട്ട TVK നേതാവ് പൗൻരാജും പോലീസ് കസ്റ്റഡിയിലാണ്. വിജയിനെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട്. കരൂർ ദുരന്തത്തിൽ കൂടുതൽ TVK നേതാക്കളുടെ അറസ്റ്റ് എന്നുണ്ടായേക്കുമെന്നാണ് സൂചനകൾ. പോലീസ് റിപ്പോർട്ടിൽ പ്രസിഡന്റ് വിജയ് അടക്കം TVK നേതാക്കൾക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. സംഘാടകർ പോലീസിന്റെ തുടർച്ചയായ മുന്നറിയിപ്പ് അവഗണിച്ചതും അനിയന്ത്രിതമായി എത്തിയ ജനക്കൂട്ടത്തെ ശക്തി പ്രകടനത്തിന് ഉപയോഗിച്ചതുമാണ് ദുരന്ത കാരണം. മണിക്കൂറുകൾ വൈകിയെത്തിയ വിജയ് പലയിടത്തും അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതും ദുരന്തത്തിന് കാരണമായി. പകൽ 3 മുതൽ രാത്രി 10 വരെ 11 നിബന്ധനകൾ പാലിച്ച് പരിപാടി നടത്താനായിരുന്നു അനുമതി. പകൽ 12-ന് വിജയ് വരുമെന്ന് വാർത്ത പ്രചരിച്ചതോടെ 10 മണിക്ക് തന്നെ ജനമെത്തി. 10,000 പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചതെങ്കിലും 25,000-ൽ പരം പ്രവർത്തകർ തടിച്ചുകൂടി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ വെള്ളവും വൈദ്യസഹായവും ലഭ്യമാക്കാനോ സംഘാടകർ തയ്യാറായില്ല. കരൂർ കോയമ്പത്തൂർ റോഡിലും കരൂർ തിരുച്ചി റോഡ് ജംഗ്ഷനിലും സംഘാടകർ ആളെ കൂട്ടി. റാലി നടക്കുമ്പോൾ തന്നെ 11 പേർ മരിച്ചു. TVKയുടെ വിഴുപ്പുരത്തെ ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന കുറിപ്പും കണ്ടെടുത്തു. മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കരൂരിലെ ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണെന്ന് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നു. സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് ആരോപണം. കൂലിപ്പണിക്കാരനായ അയ്യപ്പൻ മുമ്പ് വിജയ് ആരാധക കൂട്ടായ്മയുടെ ഭാരവാഹിയായിരുന്നു. TVKയിലെ റാലിയിൽ പങ്കെടുത്തിരുന്നു. തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ച വാർത്തകൾ കണ്ട് അയ്യപ്പൻ അസ്വസ്ഥനായിരുന്നതായി കുടുംബം പറഞ്ഞു. അയ്യപ്പന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കരൂരിൽ വിജയ്ക്കെതിരെ ഉയർന്ന പോസ്റ്ററുകൾ നശിപ്പിച്ച നിലയിലാണ്. വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരൂരിൽ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ്. കൊലപാതകിയായ വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന് തുടങ്ങിയ പോസ്റ്ററുകളാണ് കരൂരിൽ സ്ഥാപിച്ചിരുന്നത്. ഈ പോസ്റ്ററുകളാണ് നശിപ്പിച്ചതും. തമിഴ്നാട് സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് നശിപ്പിക്കപ്പെട്ടത്. വിജയുടെ TVKയുടെ രാഷ്ട്രീയ ഭാവിയാണ് ചർച്ചകളിലേക്ക് വരുന്നത്. 20 വർഷമായി വിജയ് ഫാൻസ് അസോസിയേഷനിൽ അംഗമായിരുന്നു മേൽപ്പറഞ്ഞ അയ്യപ്പൻ. ദുരന്തത്തെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നു അദ്ദേഹം. ഭാര്യയും 2 മക്കളുമുണ്ട്. ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് TVK ആരോപിക്കുന്നത്. കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച ദുരന്തത്തിൽ ഒളിവിലായിരുന്ന TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ജനറൽ സെക്രട്ടറി N ആനന്ദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CTR നിർമ്മൽകുമാർ എന്നിവരെ കണ്ടെത്താൻ 5 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിക്കുകയും കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ നടൻ വിജയ്ക്കും പാർട്ടിക്കുമെതിരെയാണ് കുറ്റപ്പെടുത്തൽ. ആൾക്കൂട്ടത്തിന്റെ കരുത്ത് കാണിക്കാൻ യോഗം വൈകിപ്പിച്ച നടൻ അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയത്. വേദിയിലെത്താൻ മനഃപൂർവ്വം വൈകിയതോടെ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. സംഘാടകർക്ക് പലതവണ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അവഗണിക്കുകയും ചെയ്തു. ഇതെല്ലാം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 25 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. CBI അന്വേഷണം അടിയന്തരമായി പരിഗണിക്കണമെന്ന പാർട്ടിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഹർജി വരുന്ന വെള്ളിയാഴ്ച പരിഗണിച്ചേക്കും. എന്തുതന്നെയായാലും ഇതൊരു TVKയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. TVKയ്ക്കാണോ നിലവിലെ സംസ്ഥാന സർക്കാരിനാണോ ഇതിൽ വീഴ്ച പറ്റിയത് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സെന്തിൽ ബാലാജിയുടെ പേരും പരാമർശിക്കപ്പെടുന്നു. എന്തുതന്നെയായാലും അന്വേഷണം ഊർജിതമായി നടക്കുമെന്ന് കരുതാം. TVKയുടെ ഭാവി എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചർച്ച ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു റിയൽ സ്റ്റോറിയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺഡ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.